കണ്ടനാർ കേളൻ. അറത്തിൽ മാവില്യപ്പുറം കുവേരിക്കാരൻ തറവാട്ടുമുറ്റത്ത് കണ്ടനാർ കേളൻ പുറപ്പെട്ട് ഉറഞ്ഞാടുകയാണ്. മേലേരി നാലായിപ്പകത്ത് മധ്യത്തിൽ വെച്ച പീഠത്തിൽ ചാടിക്കയറി കോരക്കാറിൽ നിന്നും പാനകം സ്വീകരിക്കുന്ന ചടങ്ങ് ഭക്തി നിർഭരമാണ്. മേലേരിയിൽ തീ ആകാശത്തോളം ഉയരുമ്പോൾ അതിലൂടെ തെയ്യത്തിൻ്റെ ചാടിയിറക്കം ആരെയും അതിശയിപ്പിക്കും. കള്ളും റാക്കും നിരിപ്പടയുമാണ് കണ്ടനാർ കേളന് മുതിർച്ച. കേൾക്കണ്ടേ നിങ്ങൾക്ക് കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ കഥ. സന്താനമില്ലാതിരുന്ന തീയ സമുദായത്തിൽപ്പെട്ട കുന്നരുവത്തെ മേലേടം ചക്കിക്ക് വയനാട്ടിലെ പൂമ്പുനം കാട്ടിൽ നിന്നും ഒരാൺകുഞ്ഞിനെ കിട്ടി. ചക്കിയമ്മ സ്വന്തം മകനെപ്പോലെ വളർത്തി. അവന് കേളനെന്നു പേരിട്ടു. അക്ഷരവും ആയോധന വിദ്യയും പഠിച്ച് കേളൻ വളർന്നു വലുതായപ്പോൾ ഏഴിമല കുന്നരുവത്ത് അവൻ പുനംകൃഷി ചെയ്ത് പൊന്നു വിളയിച്ചു. ഒരു നാൾ ആ അമ്മയും മകനും വയനാട്ടിലെ പൂമ്പുനം മലയിലേക്ക് സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്യാനായി യാത്ര തിരിച്ചു. കേളൻ 7 വാരം തൂക്കമുള്ള കത്യാളം കയ്യിലെടുത്ത് ഒരു കുറ്റിക്കള്ള് കുടിച്ച് 3 റാക്ക് കയ്യിലും 2 കുറ്റിക്കള്ള് മാറാപ്പിലും കരുതി അമ്മയോടൊപ്പം യാത്ര തുടർന്നു. പൂമ്പുനം മലയിലെത്തിയ കേളൻ മുക്കിറ്റിക്കാട്, മൂവർകുന്ന്, കരിമ്പനക്കാട്, നല്ല വേങ്ങ എന്നീ 4 കാടുകൾ വയക്കിയിട്ടു. 3 കാടിനും തീ കൊടുത്ത് ചാടിക്കടന്ന കേളൻ 4ാമത്തെ കാടിന് തീ കൊടുത്തപ്പോൾ അഗ്നിയും വായുവും കോപിച്ച് തീ ആകാശത്തോളം ഉയർന്നു. ഭയന്ന് തുള്ളിമറഞ്ഞ് ദിക്കറിയാതെ ഓടിയ കേളൻ നടുക്കുള്ള ഒരു കരിനെല്ലി മരത്തിൽ പാഞ്ഞു കയറി. അപ്പോൾ മരണഭയത്താൽ കാളിയനും കരിവേലനും എന്ന 2 സർപ്പത്താന്മാരും കയറി ആ മരത്തിൽ. കേളൻ്റെ ഇടമാറിലും പലമാറിലും ആഞ്ഞുകൊത്തി ഉഗ്രവിഷം ചീറ്റുന്ന ആ നാഗത്താന്മാർ. കേളൻ സ്നേഹനിധിയായ തൻ്റെ അമ്മയെ കരഞ്ഞു വിളിച്ചു. കേളനും നാഗത്താന്മാരും അഗ്നിയിൽ വെന്ത് നിലംപതിച്ചു. പതിവ് നായാട്ടം കഴിഞ്ഞ് മടങ്ങി വരുന്ന തൊണ്ടച്ചൻ കരിനെല്ലി മരത്തിൻ്റെ ചുവട്ടിൽ വെന്തുകരിഞ്ഞ കേളൻ്റെ മൃതശരീരത്തിൽ തൻ്റെ കുറുവില്ല് കൊണ്ടൊന്ന് അനക്കി നോക്കി. വിൽത്തല തൊട്ടപ്പോൾ കേളനും 2 നാഗത്താന്മാരും പുനർജനിച്ചു. കുലവന കേളനെ കണ്ടതുകൊണ്ട് കേളൻ കണ്ടനാർ കേളനായി അറിയപ്പെട്ടു. കേളനും കാളിയനും കരിവേലനും ദൈവക്കരുവായി. കാളിയനെയും കരിവേലനെയും നെഞ്ചിൽ ചേർത്ത് വെച്ച് കണ്ടനാർ കേളൻ പൊയ്ക്കണ്ണും കന്നക്കത്തിയും തേൻകുറ്റിയും വില്ലുമണിഞ്ഞ് പതിയെ നടന്നു നീങ്ങുന്ന തൊണ്ടച്ചനോടൊത്ത് ചേർന്ന് കുന്നൊരു പാറയിൽ പടിഞ്ഞാറ്റയിൽ ആരൂഢം കൊണ്ടു.
താളത്തിൽ അഗ്നിപ്രപഞ്ചം തീർക്കുന്ന ഈ ദേവൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒട്ടനവധി തറവാട്ട് ഭവനങ്ങളിലും സ്ഥാനങ്ങളിലും കെട്ടിയാടുന്നു.